ഹായ് ഗൈസ്, ഇന്ന് ഫെബ്രുവരി 13, അതായത് നാളെ വാലന്റൈൻസ് ഡേ. എൻ്റെ ആദ്യത്തെ വാലന്റൈൻസ് ഡേ. പണ്ട് പഠിക്കുന്ന സമയത്ത് ക്ലാസ്സിലുള്ള ഗേൾസിനോടൊന്നും സംസാരിക്കാതെ സിഗ്മയാണെന്നും പറഞ്ഞ് നടന്നത് ഒരു നഷ്ടമാണെന്ന് മനസ്സിലായത് കോളേജിലേക്ക് എത്തിയപ്പോഴാണ്. അമ്മ, ഇത് മതിയോ നോക്കിയേ. ഫ്രണ്ട്സൊക്കെ മിങ്കിളായി നടന്നപ്പോൾ നമ്മളതൊന്നും മൈൻഡ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തു. കോളേജ് കഴിഞ്ഞാൽ എന്താ, ജോലിക്ക് പോകുമ്പോൾ അവിടെ ഒരെണ്ണത്തിനെ സെറ്റാക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ എൻ്റെ എല്ലാ പ്രതീക്ഷകളും തെറ്റി. ഫ്രം ദി ബോട്ടം ഓഫ് മൈ ഹാർട്ട്. പക്ഷെ അതുകൊണ്ടൊന്നും തളരുന്നവനായിരുന്നില്ല ഞാൻ. ഹലോ, ആ സാറേ കേൾക്കാമോ? എന്താടോ സാറേ, ഞാൻ നമ്മുടെ കഴിഞ്ഞ 5 കൊല്ലത്തെ എക്സ്പോർട്ടഡ് ആൻഡ് ഇമ്പോർട്ടഡ് ഡാറ്റാസ് മൊത്തം സോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. താൻ ഇത് പറയാനാണ് ഇപ്പൊ വിളിച്ചേ? ഞാൻ എന്റെ ഗേൾ ഫ്രണ്ട് കൂടെ പുറത്താണോ? തനിക്കൊരു പണിയൊന്നുമില്ലേ? സാറേ, സോറി സാറേ. ആ ചേട്ടാ, ഒരു ഡയറി മിൽക്ക് സിൽക്ക്. എന്താ വേണേ? നിനക്ക് ലൈൻ സെറ്റ് ആയോ? എന്നാ ഞാൻ മുണിയ തൊണ്ടയിലോട്ടോ. അഴുക്ക ചെറുക്കൻ, തന്തേക്കാ മോശം. ആ സിൽക്കൊക്കെ മേടിച്ചു നേട്ടല്ല. ഓ, അപ്പോഴേക്കും അത് ഇങ്ങോട്ടേക്ക് എത്തിയ. ഓ അല്ല, ആർക്കാ? എന്താ ഞാൻ മുണിയ അണ്ണാക്കിലോട്ടോന്നല്ലേ? ഓ, സംഭാഷണമൊക്കെ എത്തിച്ചിട്ടുണ്ടല്ലോ ഇങ്ങോട്ടേക്ക്. അങ്ങനെ സൂര്യൻ ഉദിച്ചു വരുന്നത് പോലെ അവൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നു. അങ്ങനെ ഞങ്ങൾ അഗാധമായി എടുത്തു. നാളെ ഞാൻ പൊളിക്കും. സോറി ഏട്ടാ, അറിയാതെ തട്ടിയതാണ്. ഓക്കെ ഏട്ടാ, ശരി. ആ, ആ. ഹലോ മോളു, എവിടെയാ? ഞാനിവിടെ എത്തി. ചേട്ടാ, ഞാൻ ഇറങ്ങാൻ ഇത്തിരി വൈകി. ആണോ? എപ്പ എത്തും? ചേട്ടാ, 1 മണിക്കൂർ. 1 മണിക്കൂറോ? എന്താട്ടാ? ഏയ് ഒന്നുമില്ല, മോള് പതുക്കെ വാ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. ശരി ഏട്ടാ. ഓക്കെ. എവിടെ പോയി? അവിടെ നിൽക്കാ. അവിടെ നിൽക്കാനാണ് പറഞ്ഞേ. എന്താണ് ബ്രോ? ഇപ്പൊ മനസ്സിലായോ? മനുഷ്യൻ കഷ്ടപ്പെട്ട് ഓരോന്നിനും ഒപ്പിച്ചുകൊണ്ട് വരുമ്പോൾ ഓരോരുത്തന്മാർ ഇറങ്ങിക്കോളും.
ആകെ കീറിപ്പറഞ്ഞൊരു പരിവായി. എന്റെ പൂക്കി കൊടുക്കണം സാധനം നീ തട്ടിക്കൊണ്ടുപോകാനാ പട്ടി. ഞാൻ പറയണ കേക്ക് ബ്രോ, ഞാൻ പറയട്ടെ. നീ ഒന്നും പറയണ്ട ബ്ലൂബെറി മോറ. ഞാൻ പറയണ കേക്ക് ബ്രോ. ഞാൻ പറയുന്നൊന്ന് കേക്ക് ബ്രോ, ഒന്ന് നിർത്ത്. എടാ പൊട്ട, എനിക്കൊരു അബദ്ധം പറ്റിയതാ. നിന്റെ ഗിഫ്റ്റ് നീ തന്നെ എടുത്തോ. ബ്രോ, ഇത് താൻ തന്നെ വെച്ചോ. എനിക്ക് തന്റെ ഗിഫ്റ്റിന്റെ ആവശ്യമില്ല. ഒരബദ്ധം പറ്റിയതാണ്. താനതൊന്ന് പറയാൻ സമ്മതിക്കണ്ടേ? എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്കാണ്. ഞാൻ എൻ്റെ ഗേൾഫ്രണ്ടിനെ കാണാനാണ് വന്നത്. അതാണ് അവൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കളറ് നോക്കി ആ ഗിഫ്റ്റ് റാപ്പറിലൊക്കെ പൊതിഞ്ഞുകൊണ്ട് വന്നത്. പെട്ടെന്ന് നോക്കുമ്പോൾ ഗിഫ്റ്റ് കാണാനില്ല. പിന്നെ ഞാൻ അത് കാണുന്നത് എൻ്റെ അല്ല. ഞാൻ എൻ്റെ ഗിഫ്റ്റാണെന്ന് വിചാരിച്ചോണ്ടാ ഞാൻ തന്നെ ഫോളോ ചെയ്തത്. ഹലോ ബേബി. ആ ബേബി എവിടെയാണ്? ഞാനേ ഒരു 15 മിനിറ്റ് ഇപ്പോൾ വരാം. ആ ഞാൻ ദേ കുറച്ചു നേരമായി വെയിറ്റ് ചെയ്യണ്. ഓക്കെ. ബ്രോ, താൻ എങ്ങനെ വന്നേ? ഇവിടെ ഒരു ഓടിയല്ലോ ഒന്ന് അതല്ല, ആ സ്ഥലത്തേക്ക് എങ്ങനെ വന്നേന്ന്? ബസ്സിൽ. താൻ അവിടെ നിൽക്ക്, ഞാൻ കൊണ്ടാക്കാം. എന്തായാലും എൻ്റെ വാലന്റൈൻസ് ഡേ ഇങ്ങനെ. അപ്പൊക്കെ ഏട്ടായി വന്നു. ബ്രോ കറക്റ്റായിട്ട് ഒന്ന് നിർത്തിയില്ലോ. ഇതെങ്ങനെ? ആരവൻ? ബ്രോ ഇതെന്തിട്ട് പറയണേ? ഞാൻ അവളുടെ ബോയ് ഫ്രണ്ട്. ബ്രോ ഇതെന്തൊക്കെയാ പറയണേ? ഞാൻ പറഞ്ഞാലേ. Guys, I can explain. ഹൈ, ഇതെവിടെന്നാ? ഞാൻ പറഞ്ഞിട്ടില്ലേ അറിയാത്തവരുടെ കയ്യിൽ നിന്നൊന്നും മേടിക്കരുതെന്ന്.
ഏ